എല്ലാമാണ് എന്ന് പറഞ്ഞത് വളരെ സന്തോഷം. പക്ഷേ ഞാൻ ചോദിച്ചു മൂപ്പരോടും നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ കരിയപ്പൂറിനോടുമൊക്കെ, ഷാജിക്ക് വരുന്ന ഷാജിക്ക് മാല ഇടുന്നത് മനസ്സിലാക്കാം, പക്ഷെ പോണ എനിക്കെന്തിനാ പോയി കിട്ടീനാണോ മാല എന്ന് ഞാൻ ചോദിച്ചു. പക്ഷേ അതല്ല എന്ന് എനിക്കറിയാം. കാരണം ഇവിടുന്ന് ബഹുമാനപ്പെട്ട തങ്ങളുടെ അടുത്ത് ചെന്ന് പ്രവർത്തകന്മാർ വളരെ വികാരഭരിതമായി തന്നെ എന്നെ ഇവിടെ പിടിച്ച് നിർത്താൻ നോക്കിയതാണ്. പക്ഷേ കിട്ടിയത് അതിനേക്കാൾ ഫയർ ബ്രാൻഡാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ എല്ലാവരും ബഹുമാനപ്പെട്ട തങ്ങളെടുത്ത തീരുമാനത്തെക്കുറിച്ച് ഹ്രസ്വമായി ഒന്ന് വിവരിക്കുകയും ചെയ്തു. ഒരു പൊളിറ്റിക്കൽ പാർട്ടി നിങ്ങൾക്കറിയാം, പാർട്ടി എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. നേതാക്കന്മാർ മാറി മാറി വരും. അത് അള്ളാഹുവിൻ്റെ നിയമമാണ്, പ്രകൃതി നിയമമാണ്. ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രഗത്ഭരായ അതിശക്തന്മാരായ നേതാക്കന്മാരെ കണ്ട മണ്ഡലമാണിത്. ഞാൻ പറയണ്ടല്ലോ, ജാക്കിരിയാമുട്ടി സാഹിബും അങ്ങനെ അതുപോലെ തന്നെ തൊട്ടടുത്ത് ഒക്കെ അത് തന്നെയാണ്. അന്ന് ആ കാലങ്ങളിലൊക്കെ ചരിത്രം കുറിച്ചുകൊണ്ട് അന്നത്തെ നിലക്ക് വലിയ അന്തസ്സ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാണക്കാട് PMS തങ്ങളുടെ കൂടെയും സെയ്ദ് മുഹമ്മദ് അലി സിയാബ് തങ്ങളുടെ കൂടെയും അതുപോലെ തന്നെ ഉമറലി തങ്ങളുടെ കൂടെയും എതിരൽ തങ്ങളുടെ കൂടെയും ഒക്കെ നിന്ന അവരെ ഈ സമൂഹത്തെ എങ്ങനെ നയിച്ചു കൊണ്ടുപോകണം എന്ന് നല്ല പോലെ അറിയുന്ന നേതാവാണ് പാണക്കാട് സെയ്ദ് സാദിഖ് അലി സിയാബ് തങ്ങൾ. അപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അതിൻ്റേതായ വൈഭവവും ബുദ്ധിയും ദീർഘവീക്ഷണവും ഒക്കെ ഉണ്ടാകും. നിങ്ങൾ ഈ തവണ കണ്ടല്ലോ, ഇവിടെ വേങ്ങരക്കാർക്ക് കുറേ കാലമായി എന്നെപ്പോലുള്ള ഒരാളെയാണ് ആവശ്യമുണ്ടായിരുന്നത് എന്ന് പാർട്ടി ലീഡർഷിപ്പിന് അറിയാം. അതായത് ഒരു തണുത്ത, ഒരു പക്ഷേ അല്പം തണുപ്പൻ എന്ന് പറയാം. എന്നാൽ ഇനി ഈ കാലഘട്ടത്തിന് ആവശ്യം ഒരു ഫയർ ബ്രാൻഡ് തന്നെയാണ് എന്നുള്ളതും അറിയാം. അതാണ് ഞങ്ങൾ പറഞ്ഞ കാലഘട്ടത്തിൻ്റെ അനുസരിച്ച് അതുപോലുള്ള തീരുമാനങ്ങൾ പാർട്ടി എടുക്കും. നമുക്കറിയാലോ, ഇത്തവണത്തെ പാർട്ടി തീരുമാനം പുറത്തു വന്നപ്പോൾ വലിയ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായി, വലിയ അസ്പിരിറ്റേഷൻ ഉണ്ടായി കേരളത്തിൽ. നമ്മുടെ ആദ്യം ലിസ്റ്റ് പുറത്തു വന്നത് നമ്മുടെ ലിസ്റ്റാണ്. യാതൊരു അവസരവുമില്ലാതെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഉടൻ അതൊക്കെ അവർ വന്ന് തങ്ങളോട് പറഞ്ഞ് തിരുത്തുന്നതും നമ്മൾ അഭിമാനപൂർവ്വം ഇവിടെ ഇരുന്ന് കണ്ടു. അപ്പം അത്ര നല്ലൊരു ലിസ്റ്റ് വന്നപ്പോൾ അതിൽ സാമ്പത്തിക വിദഗ്ധന്മാരുണ്ട്, കഴിവുള്ളവരുണ്ട്, വക്കീൽമാരുണ്ട്, അതുപോലെ തന്നെ നാനാ ജാതി മതസ്ഥരുണ്ട്. സ്ഥാനാർത്ഥികളുടെ മികവ് കൊണ്ട് ഒരിക്കലും UDFന് പ്രതീക്ഷിക്കാൻ കഴിയാത്ത പല സീറ്റുകളും ഇപ്പോഴത്തെ പ്രവചനമെന്ന് പറയട്ടെ, പേരാമ്പ്രയും അതുപോലെ തന്നെ ചേലക്കരയും പോലുള്ള സീറ്റുകൾ പോലും ഇന്ത്യൻ യൂണിയൻ, കൂത്തുപറമ്പുള്ള സീറ്റുകൾ പോലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വിജയിക്കും എന്ന് രാഷ്ട്രീയ നിരീക്ഷകന്മാർ കണക്കുകൂട്ടിക്കൊണ്ടിരിക്കുക. രാഷ്ട്രീയ നിരീക്ഷകന്മാർ കണക്കുകൂട്ടുക. അപ്പം ഇത്ര അധികം കയ്യടി കിട്ടിയ ഒരു ലിസ്റ്റ് നമ്മുടെ സഹോദരിമാർക്ക് റെപ്രസെൻറ്റേഷൻ ഉണ്ട്, വേണ്ടത്ര ആയിട്ടില്ല എന്നറിയാം. തങ്ങൾ പറഞ്ഞപ്പോൾ പ്രത്യേകം കയ്യടി ഞാൻ ശ്രദ്ധിച്ചു. നമ്മുടെ മാനിഫെസ്റ്റോയിൽ പരിപാടികളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം, ചെറുപ്പക്കാരുണ്ട് വളരെയധികം, വളരെയധികം, അതുപോലെ തന്നെ കഴിവുള്ളവർ. നിയമസഭയിൽ ഈ തവണ ഞങ്ങൾക്ക് KM ഷാജിക്കും എനിക്കും ഒക്കെ ഉറപ്പുണ്ട്, നിയമസഭയിൽ ഇത്തവണ ലീഗിൻ്റേതായി വരുന്നത്, UDFൻ്റെതായി വരുന്നത് മൊത്തത്തിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അവസാനം നമ്മൾ അതിനെപ്പറ്റി ഞാൻ പറയാം. അത് നല്ല നിര തന്നെയായിരിക്കും. തങ്ങൾ പറഞ്ഞതൊരു ടീം UDF തന്നെയായിരിക്കും സംശയം. നമ്മുടെ ലിസ്റ്റ് വന്നപ്പോൾ ആളുകൾ വളരെയധികം അഭിമാനപൂർവ്വം അഭിനന്ദിച്ച് ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വാർത്തകളിലൊക്കെ എല്ലാവരും വലിയ അഭിനന്ദനം ഉണ്ടായി. അത് ആ സ്ഥാനാർത്ഥികളുടെ മികവ് കൊണ്ട് തന്നെ ഇത്തവണ നമ്മൾ മത്സരിക്കുന്ന 27 സീറ്റ്, ഞാൻ ഇന്നും പത്രക്കാർ ചോദിച്ചപ്പോൾ തോൽക്കുന്ന സീറ്റ് ഏതാണ്, അങ്ങനെയാണ് പറയാവുന്നൊരു സീറ്റ് ഏതാ, നിങ്ങളൊന്ന് പറഞ്ഞു തരി എന്ന് പറഞ്ഞു.
അവർക്ക് തന്നെ അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലാത്തതുകൊണ്ട് പിന്നെ എനിക്ക് മറുപടി പറയേണ്ടി വന്നില്ല. അത്രയ്ക്ക് എല്ലാ സീറ്റുകളിലും വലിയ ഊർജ്ജസ്വലതയും മുന്നേറ്റവും. അതുകൊണ്ട് ഇവിടെ തങ്ങൾ പറഞ്ഞ കാര്യം അതാണ്. ഈ കാലഘട്ടത്തിനനുസരിച്ച് ഇനി അങ്ങോട്ട് ഭാവിയിലേക്ക് നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ അന്ന് നേതൃത്വം കൊടുത്തവർ അത് അവർ നന്നായി ചെയ്തു, വളരെ നന്നായി ചെയ്തു. നമ്മുടെ UDFൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടി ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോയിരുന്നതാണ്, കൂടെ വരും നമ്മളെ ഗവൺമെൻറ്റിൻ്റെ കാലം. അന്നെടുത്ത ആ തീരുമാനങ്ങളുടെ ഗുണം ഇപ്പോഴും ഈ തങ്ങൾ പറഞ്ഞത് ശരിയാണ്. നമുക്ക് പരസ്യപ്പെടുത്തണ്ട, KSRTC എഴുതി വിടണ്ട, അതുപോലെ തന്നെ TV-യിൽ കൂടി അനാവശ്യമായി പണം ചെലവാക്കുക. ആസ്പത്രിയിൽ മരുന്ന് വാങ്ങാൻ കാശില്ലാത്തപ്പോഴാണ് ഇപ്പോൾ ചാനലുകളിൽ ഇതേമാതിരി കോടിക്കണക്കിന് ഉറുപ്പ്യ ചിലവാക്കി ഇടതുപക്ഷ മുന്നണി പരസ്യം ചെയ്തത്. അമ്മാരിപ്പണിയൊന്നും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ കാലത്ത് ഈ വേങ്ങര വണ്ടയിൽ കാണണമെങ്കിൽ നിങ്ങൾ ഇതിൽ കൂടി ഒന്ന് ചുറ്റി അടിച്ചാൽ മതി. റബ്ബറൈസ്ഡ് റോഡിലൂടെ മാത്രമേ നിങ്ങൾ പോവുള്ളൂ, യാതൊരു സംശയവും എനിക്ക് ഇല്ലാതെ. അന്ന് നന്നാക്കിയ റോഡുകളാണിപ്പോൾ. അപ്പോൾ ഇനിയൊരുപാട് കാര്യങ്ങൾ ഡെവലപ്മെൻറ്റിൽ നമുക്ക് മുന്നോട്ട് പോകാണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ദീർഘവീക്ഷണത്തോടു കൂടി ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കേണ്ട കാലഘട്ടമാണ് വരുന്നത്. അതിനനുസരിച്ച് UDF ഗവൺമെൻറ് വരുമ്പോൾ അതിൽ വമ്പിച്ച നേതൃത്വം കൊടുത്തുകൊണ്ടും അതുപോലെ തന്നെ പാർട്ടിക്ക് MLA-മാരും ചെറുപ്പക്കാരും അതുപോലെ തന്നെ ഒക്കെ ഉണ്ടാവണമെല്ല ദീർഘവീക്ഷണത്തോടു കൂടിയ തീരുമാനമെടുത്തതിന് കയ്യടി വാങ്ങിയ പാർട്ടിയാണ്. അതുപോലെ തന്നെ UDF നമുക്കറിയാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വരുമ്പോൾ ബോംബ് പൊട്ടും എന്ന് പറഞ്ഞു. ഒരാമിട്ട് പോലും പൊട്ടിയില്ല, ഓലപ്പടക്കം പോലും പൊട്ടിയില്ല അവർക്ക്. എന്നാൽ അപ്പുറത്ത് എന്താ സ്ഥിതി? ഇന്ന് രാവിലെ എണീറ്റപ്പോൾ 2 ദിവസം മുമ്പ് ലീഗിൽ നിന്ന് പോയ കൊടുവള്ളിയിലെ കാരാട്ട് റസാക്ക് നന്ന രാവിലെ ഉണ്ട് തങ്ങളെ കാണാൻ വന്നിട്ടുള്ളൂ. ഞാൻ ഉണർന്ന് കുളിക്കാൻ നിൽക്കുന്നതിന് മുമ്പ് തങ്ങളെ വിളി റസാക്ക് ഉണ്ട് ഇവിടെ വന്നിട്ട്, കാരാട്ട് റസാക്ക്. ഞാനും വേഗം പോയി. മുനീർ സാഹിബ് ഉണ്ട്, ബാക്കിയുള്ളവരുണ്ടൊക്കെ മടങ്ങി. അതേപോലെ തന്നെ ഇന്ന് രാവിലെ നോക്കുമ്പോണ്ട് വളരെ കാലമായി എനിക്കറിയാം, ഞാൻ സസ്സൈദ് കോളേജിലാണ് പഠിച്ചത്, തളിപ്പറമ്പിലാണ് പഠിച്ചത്. അവിടുത്തെ നേതാക്കന്മാർ, CPM-ൻ്റെ നേതാക്കന്മാർ, ലോക്കൽ നേതാക്കന്മാരടക്കം അറിയാം. അവിടുത്തെ ഏറ്റവും പ്രമുഖനായ നേതാവ് ഗോവിന്ദൻ ഇന്ന് രാവിലെ തങ്ങളവിടേക്ക് പോകാൻ വേണ്ടി കൊണ്ട് വീട്ടിൽ വന്ന് ഇരിക്കുന്നു. നമ്മുടെ ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒഴുക്ക് ഇങ്ങോട്ടായി. ഇവിടെ വലിയ ബോംബ് പൊട്ടുന്ന ഇവിടെ അവിടെയാണെന്നുണ്ടെങ്കിൽ കതീര വെടികൾ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. സുധാകരൻ, ഗോവിന്ദൻ, ബാക്കിയുള്ളവരൊക്കെ സ്ഥാനാർത്ഥിയെ ഈ മലപ്പുറം ജില്ലയിലൊക്കെ സ്ഥാനാർത്ഥിയെ കിട്ടാതായി. 4 കോടി അടുത്തൊന്നും ആർക്കും നിന്നൂടെ കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കി കളയുമെന്ന് ആളുകൾ പറയാൻ തുടങ്ങി. അത്രക്ക് ദയനീയമായ സ്ഥിതി കഴിഞ്ഞ 0 സീറ്റും ഒക്കെ ആയിട്ട് ഈ ജില്ലയിലുണ്ടായി. അതുകൊണ്ട് തങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമ്മളൊക്കെ പ്രതീക്ഷിച്ച ഭൂരിപക്ഷമല്ല ഇവിടെ കിട്ടിയത്. ET മുഹമ്മദ് ബഷീർ സാഹിബ് മത്സരിച്ചു, പൊന്നാനിയിലെ സമദാനി മത്സരിച്ചു. വലിയ വെല്ലുവിളി ഉയർത്താനൊക്കെയാണ് ചില സ്ഥാനാർത്ഥികളൊക്കെ കൊടുന്ന് നിർത്തിയത്. പക്ഷെ അവസാനം നോക്കുമ്പോൾ വോട്ട് കൊട്ടേക്കോരി വാരിയിടുകയാണ് ജനങ്ങൾ. ലക്ഷക്കണക്കിന് വോട്ട്. ഈ വേങ്ങരയാണ് അതിൽ ഏറ്റവും വലിയ റെക്കോർഡുണ്ടാക്കിയത്. തങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വേങ്ങരക്കാർ ഒരിക്കലും തന്നെ റെക്കോർഡ് ഇടുന്നതിൽ പിറകിലല്ല. അവരുടെ റെക്കോർഡ് തിരുത്താൻ അവർക്കേ കഴിയുള്ളൂ എന്നുള്ള ആ നിലയിൽ തവണ വോട്ട് ചെയ്യുമെന്ന് എനിക്ക് അറിയാം. മറ്റൊരു കാര്യം കൂടി വോട്ടർമാർ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. ഷാജി ഇവിടെ ഉണ്ടാവും, ഞാനും ഇവിടെ ഉണ്ടാവും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വൻ ഭൂരിപക്ഷത്തോടുകൂടി KM ഷാജിയെ വിജയിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്, അസ്സലാമു അലൈക്കും. അടുത്തതായി KPCC സെക്രട്ടറി നമ്മുടെ നിയോജകമണ്ഡലക്കാരനുമായ KP അബ്ദുൽ മജീദ് അവരെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ UDF ചെയർമാൻ ശ്രീ PA ചെറി, ജനാധിപത്യ കേരളത്തിൻ്റെ അഭിമാനമായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ,